സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുമുള്ള പൊതു തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പ് അവസാനിച്ചിരിക്കുകയാണ്. ഇന്ന് വൈകുന്നേരം 6 മണിയോടുകൂടി അവസാനിച്ച വോട്ടെടുപ്പ് 73.51% പോളിംഗ് പെർസെൻറ്റേജ്. ഫസ്റ്റ് ഫേസിൽ 70.91% ആയിരുന്നു. സെക്കൻഡ് ഫേസിൽ ഇതേവരെയുള്ള കണക്ക് പ്രകാരം 75.74% ആകെയുള്ള പോളിംഗ് പെർസെൻറ്റേജ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നതിന് ശേഷം 1995 മുതൽ ഇതേവരെ നടത്തിയ 7 പൊതു തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാർ വോട്ട് ചെയ്തത് ഈ പൊതു തെരഞ്ഞെടുപ്പിലായിരുന്നു. 2,10,00,000-ലധികം വോട്ടർമാർ പോളിംഗ് ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്തിമ കണക്ക് വരുമ്പോൾ ഈ സംഖ്യയിൽ മാറ്റം വരാം. വളരെ സമാധാനപരമായിരുന്നു വോട്ടെടുപ്പ്. കാലാവസ്ഥ അനുകൂലമായിരുന്നു. ഈ വോട്ടർമാരും അതേപോലെ തന്നെ രാഷ്ട്രീയ പൊതുപ്രവർത്തകരുമെല്ലാം തന്നെ വോട്ടെടുപ്പിൽ പരിപൂർണമായി കമ്മീഷനോടൊപ്പം സഹകരിച്ചിട്ടുണ്ട്. എല്ലാവരോടുമുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. വോട്ടർമാർ, സ്ഥാനാർത്ഥികൾ, രാഷ്ട്രീയ കക്ഷികൾ, വിവിധ വകുപ്പുകളിലെയും ഏജൻസികളിലെയും ജീവനക്കാർ, നിരീക്ഷകർ, പോലീസ് സേനാംഗങ്ങൾ തുടങ്ങി എല്ലാവർക്കും, മാധ്യമപ്രവർത്തകർ എല്ലാവർക്കും, പൊതുജനങ്ങൾക്കെല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ്. പരിപൂർണമായും ഹരിതചട്ടം പാലിച്ചും പെരുമാറ്റച്ചട്ടം കർശനമായി പാലിച്ചുമാണ് തിരഞ്ഞെടുപ്പ് നടത്തിയത്. ഈ പ്രചാരണത്തിനായി ഉപയോഗിച്ച കൊടിതോരണങ്ങളും പോസ്റ്ററുകളും ബാനറുകളും എല്ലാം തന്നെ ഉടൻ തന്നെ സ്ഥാനാർത്ഥികൾ പൊതുസ്ഥലങ്ങളിൽ നിന്നും നീക്കം ചെയ്യേണ്ടതാണ്. അത് ചെയ്യുന്നില്ല എങ്കിൽ തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാരെ അതിന് ചുമതലപ്പെടുത്തുന്നതും അതിന് വേണ്ടി വരുന്ന ചെലവ് സ്ഥാനാർത്ഥികളുടെ ചെലവിൽ ഉൾപ്പെടുത്തുന്നതുമായിരിക്കും. വോട്ടെണ്ണൽ മറ്റന്നാൾ ശനിയാഴ്ച രാവിലെ 8 മണിക്ക് ആരംഭിക്കും. 244 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലും 14 കളക്ട്രേറ്റുകളിലുമായിട്ടായിരിക്കും വോട്ടെണ്ണൽ നടക്കുന്നത്. കളക്ട്രേറ്റുകളിൽ ജില്ലാ പഞ്ചായത്തിൻ്റെ പോസ്റ്റൽ ബാലറ്റുകളായിരിക്കും കൗണ്ട് ചെയ്യുന്നത്. മെഷീൻ ഫെയിലിയർ, EVM സാധാരണഗതിയിൽ നമ്മുടെ EVM ഉപയോഗിച്ചാണ് പോളിംഗ് നടത്തുന്നത്. അത് ഇലക്ട്രോണിക് കോർപ്പറേഷൻ തന്നെ സൂചിപ്പിക്കുന്നത് 2 to 3% ഫെയിലിയർ ഉണ്ടാകാം എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് കിട്ടിയ കണക്ക് പ്രകാരം 1.37% മാത്രമാണ് മെഷീനുകൾ മാറ്റി വോട്ടെടുപ്പ് നടത്തേണ്ടി വന്നിട്ടുള്ളത്. അത് പൂർണ്ണമായിട്ടും ഫെയിൽ ചെയ്തതായിരിക്കില്ല. വോട്ടെടുപ്പ് തുടങ്ങി പിന്നെ എന്തെങ്കിലും ഗ്ലിച്ചസ് വന്ന് ചേഞ്ച് ചെയ്ത് ഉൾപ്പെടെയുള്ള കണക്കാണ് പറയുന്നത്. തിരഞ്ഞെടുക്കപ്പെടുന്ന എല്ലാ പഞ്ചായത്ത് അംഗങ്ങളും മുനിസിപ്പൽ കൗൺസിലേഴ്സും ഡിസംബർ 21 രാവിലെ, ഞായറാഴ്ച രാവിലെ 10 മണിക്ക് സത്യപ്രതിജ്ഞ ചെയ്യും. കോർപ്പറേഷൻ കൗൺസിലേഴ്സ് 11:30 മണിക്കായിരിക്കും സത്യപ്രതിജ്ഞ ചെയ്യുക. ഏകദേശം 1.5 വർഷം മുമ്പ് ആരംഭിച്ച വാർഡ് പുനർവിഭജന പ്രക്രിയ വളരെ വിജയകരമായി പൂർത്തീകരിക്കുന്നതിനും അതിനുശേഷം വോട്ടേഴ്സ് ലിസ്റ്റ് അതനുസരിച്ച് ക്രമീകരിക്കുന്നതിനും, ക്രമീകരിച്ച വോട്ടേഴ്സ് ലിസ്റ്റ് 3 തവണ പൊതു തെരഞ്ഞെടുപ്പ് വർഷത്തിൽ കൃത്യമായി പുതുക്കി ശുദ്ധീകരിച്ച വോട്ടേഴ്സ് ലിസ്റ്റ് തയ്യാറാക്കുന്നതിനും, ആ തയ്യാറാക്കിയ വോട്ടേഴ്സ് ലിസ്റ്റിൻ്റെയും ക്രമീകരിച്ച പോളിംഗ് സ്റ്റേഷൻ്റെയും അടിസ്ഥാനത്തിൽ ഇന്നും മിനിയാന്നുമായിട്ട് നടന്ന പോളിംഗ് വളരെ സുതാര്യമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഉറപ്പുവരുത്തിക്കൊണ്ട് എല്ലാവരുടെയും സഹകരണത്തോടുകൂടി പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇത്തവണത്തെ പൊതു തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത. മറ്റന്നാൾ നടക്കുന്ന വോട്ടെടുപ്പോടുകൂടി ഈ പ്രക്രിയ അവസാനിക്കുകയും തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങൾ അതാത് തദ്ദേശ സ്ഥാപന അംഗങ്ങളായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതോടുകൂടി പുതിയ ഭരണസമിതികൾ നിലവിൽ വരികയും ചെയ്യും. തുടർന്ന് സ്ഥാപന മേധാവികളുടെയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുടെയും
സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെയും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടിഫൈ ചെയ്യും. അതോടൊപ്പം തന്നെ 3 സ്ഥലങ്ങളിൽ മാറ്റിവെക്കപ്പെട്ട തിരഞ്ഞെടുപ്പും കമ്മീഷൻ ഉടനെ തന്നെ നോട്ടിഫൈ ചെയ്യുന്നതാണ്. ഡേറ്റ് സത്യപ്രതിജ്ഞ കഴിഞ്ഞതിന് ശേഷം അനൗൺസ് ചെയ്യുന്നത്. 244 152 ബ്ലോക്ക് കേന്ദ്രങ്ങളിൽ ഗ്രാമപഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും കൗണ്ടിംഗ് ബ്ലോക്ക് കേന്ദ്രങ്ങളിലായിരിക്കും നടക്കുന്നത്. അതുകൂടാതെ മുനിസിപ്പൽ കോർപ്പറേഷൻ്റെയും മുനിസിപ്പാലിറ്റികളുടെയും കൗണ്ടിംഗ് സെൻറ്റേഴ്സ് ഉണ്ടാകും. അങ്ങനെയാണ് ടോട്ടൽ 244 സെൻറ്റേഴ്സ്. ജില്ലാ പഞ്ചായത്തിൻ്റെ പോസ്റ്റൽ ബാലറ്റ് കൗണ്ട് ചെയ്യുന്നത് ജില്ലാ കളക്ടറുടെ ചേംബറിലായിരിക്കും.